നമുക്ക് ചീറ്റ് കിക്ക് പഠിക്കാം. ഇതുപോലെ ഒരാളെ ഫേസിൽ നമുക്ക് ചീറ്റാക്കിക്കൊണ്ട് കിക്ക് ചെയ്യാൻ പറ്റും. അതായത് എതിരാളിയെ കൺഫ്യൂഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ കിക്ക് ചെയ്യാം. ഇതിനെ ഇൻസൈഡ് റൗണ്ട് ഹൗസ് കിക്ക് എന്നാണ് പറയാറുള്ളത്. അതായത് നോർമലി നമ്മൾ റൗണ്ട് ഹൗസ് കിക്ക് ഇങ്ങനെ ചെയ്യും, ഇപ്രാവശ്യം ചീറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒപ്പോണൻറ്റിൻ്റെ കണ്ണിൽ നോക്കുന്നുണ്ട്, നമ്മൾ കാല് ഈ ആംഗിളിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഡയറക്ഷൻ മാറും. സോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയാണ് കിക്ക് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ചീറ്റ് കിക്ക്. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ഫൈറ്റിംഗ് പൊസിഷനിലുണ്ടാവാം, എനി കൈൻഡ് ഓഫ് പൊസിഷൻസ്. എന്നിട്ട് നമ്മൾ നീ ഇങ്ങനെ പൊക്കും ഈ സൈഡിലോട്ട്. ഓക്കെ, ഈ സൈഡിലോട്ട് നീ പൊക്കിയതിന് ശേഷം കാലിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ കിക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, വൺ മോർ ടൈം. കാലിൻ്റെ നീ പൊക്കി, ദെൻ കിക്ക് ടു ദിസ്. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ താഴെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളിങ്ങനെ ഉണ്ട്, നീ പൊക്കി കിക്ക്. ഇമ്പ്രൂവ് ആയതിനു ശേഷം മാത്രം 10-20 പ്രാവശ്യം ചെയ്തതിന് ശേഷം ലിഫ്റ്റ്, കിക്ക് ലിറ്റിൽ ഹയർ, കുറച്ച് മേലെ ചെയ്യണം. അഗെയിൻ ലിഫ്റ്റ്, ദെൻ കിക്ക് ടു ഹയർ. നമുക്കൊരു ഫേസ് ലെവലിൽ ലാസ്റ്റ് നമ്മളുടെ ഹൈറ്റ് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഫേസിൽ ചെയ്യാം. ഇതുപോലെ ചെയ്യാം. ഇത് പെട്ടെന്ന് നമുക്ക് അടിക്കാനും പറ്റും. ഒപ്പം ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഫേസിൽ തന്നെ റീച്ച് ആവുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് ഇൻസൈഡ് റൗണ്ട് ഹൗസ് കിക്ക്.